ട്രിപ്പിൾ എസ് വേഴ്സസ് തമ്മനം ഗുണ്ടകൻ. അന്ന് ഈ ഗുണ്ടായിസം കൂടുതലുള്ള സമയം. അതിനകത്തെ അവരുടെ പ്രധാനിക്ക് നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ ഒരു പോലീസിന്റെ സേനാ തലവനെ പോലെയാണ് അന്ന് ആ കക്ഷി. ഒരു ഫോൺ കോളിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഗുണ്ടകളെ എറണാകുളം സിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരുത്തനാണ്. അയാൾ വിചാരിച്ചാൽ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ആൾക്കാരെ സംഘടിപ്പിക്കാൻ പറ്റും. അവൻ ചോദിച്ചേടാ നീ ഒന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇവനെ തീർത്തേക്കാം. എന്നെ 10-14 പേരുണ്ട്, എല്ലാടിയിലും ആളുമുണ്ട്. അപ്പോൾ പറയണ വേണ്ടറ സി ആണ്. അപ്പോൾ 2 പേർക്ക് അതല്ല, ഇവനെ പൂശിട്ടേ ഉള്ളതെന്നൊക്കെ ആയി. ഞാൻ അതൊക്കെ തോക്കെടുത്തു. ഞാൻ ബോർഡിങ്ങനെ കാണിച്ചു. നമ്മൾ ഞാൻ അടുത്ത് ആ നിൽക്കുന്നിടത്ത് ഇങ്ങോട്ട് കയറിയാൽ ഒരു ചൂട് വെച്ചാൽ വഴിയുന്നതാണ്. പക്ഷേ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്, ഒരു കയ്യിൽ ഇവൻ, മറ്റേ കൈ തോക്ക്. വയർലെസ് വിളിക്കാൻ പറ്റത്തില്ല, ഞാൻ പെട്ടുപോയി. ഇത്തവണ ട്രിപ്പിൾ എസ് വേഴ്സസ് തമ്മനം ഗുണ്ടകൻ എന്നൊരു വിഷയം സംസാരിക്കാം. നമ്മളിതിനെ പറ്റി പറയുമ്പം എല്ലാവർക്കും അറിയാം, നമ്മളൊരു കാലത്ത് വളരെ നൊട്ടോറിയസ് ആയ ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ ഞാൻ നോക്കിയിട്ട് ഏതാനും ചിലർ അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ നല്ല മനുഷ്യരാണ്. അവിടെ നല്ല ആളുകളൊക്കെ താമസിക്കുന്ന ഇടമൊക്കെയാണ്. ആദ്യം ട്രിപ്പിൾ എസ് ഉണ്ടായതൊക്കെ എന്ന് പറയാം. ഞാനന്ന് സൗത്ത് സി ആണ്. ഇപ്പം എൻ്റെ കൂട്ടത്തിലാണ് SI സുന്ദർരാജ്, SI സനൽകുമാർ എന്നീ 2 മിടുക്കന്മാരായ 2 SIമാരാണ് ഉള്ളത്. അവർ എന്ത് കാര്യത്തിന് പോയാലും നടത്തി കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ആൾക്കാരാണ്. ഞങ്ങൾ എല്ലാവരും അന്ന് ഞാൻ തമ്മനം സൈഡിൽ കുറച്ച് കിഴക്കോട്ട് മാറി എന്തോ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി പോയി. സനൽകുമാർ വേറെ എവിടെയാണ്, സുന്ദർരാജ് സൗത്തിൽ പരമ്പടികാരിൽ ആ ഭാഗത്ത് എവിടെയാണ്. അപ്പോൾ ഞങ്ങൾ വയർലെസ് കേൾക്കാം. അവിടെ MG റോഡിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കാർ ഒരു പ്രകടനം നടക്കുമ്പോൾ പ്രകോപനമൊന്നും ഇല്ലാതെ അവർ KSRTC ബസ്സിന് എറിഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം എറിഞ്ഞു, അത് ഞങ്ങൾ കേട്ടു. അപ്പോൾ ആ വണ്ടി സൈഡാക്കി. 2ാമത്തെ എറിഞ്ഞു, 3ാമത്തെ എറിഞ്ഞു, 4ാമത്തെ എറിഞ്ഞു. അങ്ങനെ ഏറ് കിടക്കണം. പിന്നെ അവർ മാരകമായ ഏറ്. അപ്പോൾ അതിൻ്റെ പുറകെ പോലീസ് ഗ്രൂപ്പ് ടീമുണ്ട്. പക്ഷേ അടി വരുന്നില്ല. സാധാരണ രീതിയിൽ അങ്ങനെയൊക്കെ സിറ്റിയുടെ നടുക്ക് കാണിച്ചാൽ അടിച്ചോടിക്കും. എന്നിട്ട് അല്ല ബാക്കിയുള്ളവരെ പിടിച്ചുകൊണ്ട് വരും, കേസെടുത്ത് റിമാൻഡ് ചെയ്യും. പബ്ലിക് പ്രോപ്പർട്ടി അല്ലേ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അന്ന് അരുൺകുമാർ സിൻഹ ജൂനിയർ, അദ്ദേഹമാണ് ഞങ്ങളുടെ കമ്മീഷണർ. വളരെ സാധുവായ മനുഷ്യനാണ്. പക്ഷേ പക്കയാണ് എല്ലാ കാര്യത്തിനും, പെർഫെക്റ്റാണ് പുള്ളി. കാര്യങ്ങളൊക്കെ എല്ലാം കൃത്യം തീരുമാനമൊക്കെ ഉണ്ട്. അദ്ദേഹം മരിച്ചുപോയി. NSDയുടെ ചീഫായിട്ടാണ് അദ്ദേഹം മരിച്ചത്. വളരെ എഫിഷ്യൻ്റായ മനുഷ്യനാണ്. ഒരു കാര്യം കേട്ടാൽ ടപ്പ് തീരുമാനം വരും, അങ്ങനത്തെ ഒരു വിഷയമാണ്. അപ്പോൾ അദ്ദേഹം സെറ്റിൽ വന്ന് എന്താ അവിടെ നടക്കുന്നതൊക്കെ ചോദിച്ചു. അന്നത്തെ CI ബ്രാവോയോട് പറഞ്ഞു, അടിച്ചോടിക്കാൻ പറഞ്ഞു അവരെ. യഥാർത്ഥ കക്ഷികളെ പിടിച്ചിട്ട് ബാക്കിയുള്ളവർ അടിച്ചോടിക്കാം. അപ്പോൾ അടി വരുന്നില്ല. 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും എറിഞ്ഞെന്നും പറഞ്ഞ് സെറ്റിലെ കൺട്രോൾ റൂം വിളിച്ച് പറഞ്ഞു. അദ്ദേഹം കേട്ടു, അദ്ദേഹം ഏതൊരു മീറ്റിങ്ങിലാണ്. ഞങ്ങളുടെ AC അദ്ദേഹമൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ 2ാമത്തെ മിനിറ്റ് കഴിഞ്ഞിട്ടും ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. വീണ്ടും കല്ലെറിഞ്ഞു. അപ്പോൾ അദ്ദേഹം റിറ്റയർഡായി. നേരെ അടുത്ത സർക്കിൾ ഇൻസ്പെക്ടർ ഞാനാണ്, തൊട്ടടുത്ത സ്ഥലത്തെ. എന്നെ വിളിച്ചു, ബ്രാവോ 6, അതാണ് എൻ്റെ കോൾ സൈൻ. ബ്രാവോ 6 വിളിച്ച് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ കേട്ടു, ഞാൻ കുറച്ച് ദൂരമാണ്, ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ റോഡ് ബ്ലോക്കാണ്, നിങ്ങൾക്ക് വരാൻ പറ്റില്ല, നിങ്ങൾ ഏതെങ്കിലും 2 വീലറിൽ കയറി വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വഴി ഒരു 2 വീലറുകാരനെ കൈ കാണിച്ചു ചെയ്ത് പുറകെ കയറി. ഞാൻ വന്നിട്ടിരിക്കുകയാണ്. വയർലെസ് വിളിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ എത്താൻ താമസിച്ചപ്പം വീണ്ടും അദ്ദേഹം എയറിൽ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ട്രിപ്പിൾ എസ് എവിടെ പോയി എന്ന് ചോദിച്ചു. ഞാനും ആലോചിച്ചു, ഏതാണ് ഈ ട്രിപ്പിൾ എസ്? ഇപ്പോൾ സുന്ദർരാജ് കേൾക്കുന്നുണ്ട്, സനൽകുമാർ കേൾക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ സുന്ദർരാജ്, സനൽകുമാർ, സുനിൽ ജേക്കബ് ഇല്ലേ? ഇപ്പോഴാണ് ഞങ്ങളെ ട്രിപ്പിൾ എസ് എന്ന് ഇവർ വിളിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞത്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി. കമ്മീഷണർ പറഞ്ഞൊരു കാര്യമാണ്, ഒന്ന് ഏൽപ്പിച്ചതാണ്. പിന്നെ ഞങ്ങൾക്ക് മാറാൻ പറ്റില്ലല്ലോ. ഞങ്ങളതിപ്പോൾ ആ CIയുടെ സ്ഥിതി കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, അദ്ദേഹത്തിന് ഓടാനും പിടിക്കാനും അടിക്കാനും ഒന്നുമുള്ള ഒരു ആരോഗ്യമുള്ള ആളല്ല. അദ്ദേഹം ജീപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്ന് ഇത് കാണുന്നത് മാത്രമേ ഉള്ളൂ. കൂടെയുള്ള പോലീസുകാരും ഇദ്ദേഹം ആക്ട് ചെയ്യാത്തതുകൊണ്ട് ചെയ്യുന്നില്ല. ഞങ്ങൾ ഇറങ്ങി അടി തുടങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഓടാൻ തുടങ്ങി. ഞാൻ അപ്പോൾ ഓർക്കുന്നുണ്ട്, അന്ന് സ്ക്വാഡിലുണ്ടായിരുന്ന ഒരു ജയന്തൻ എന്നും പറഞ്ഞൊരു കക്ഷിയാണ്. പരിശോയി മിടുക്കനായിരുന്നു. ക്രൈം ഡിറ്റക്ഷന് അന്നത്തെ കാലത്ത് ഏറ്റവും പേരുള്ള ആളാണ് ജയന്തൻ ചൂരകൊണ്ട് അടിക്കുന്നത് ഈ നമ്മുടെ പാകിസ്ഥാൻ്റെ ഷോയബ് അക്തർ ബൗളിംഗ് പോലെയാണ്. ഒരടി അടിച്ചാൽ അടികൊള്ളം നിന്ന് കറങ്ങും, ഓടത്തില്ല. 2ാമത്തെ അടി അടിച്ചതിൻ്റെ അതേ പൊസിഷനിൽ അടിക്കുക, അപ്പം തൊലി കൊട്ടുകയും ചെയ്യും. അപ്പോൾ ജയന്തനാണ് ഒരു സൈഡിൽ നിന്ന് അടിക്കുന്നത്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ആൾക്കാരെയൊക്കെ പിടിച്ചു കൊണ്ടുവന്നു, അവിടെ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, എടാ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, നീ ഇവിടെ ഇരിക്കണം, നമുക്ക് ഇവരെ റിമാൻഡ് ചെയ്തിട്ട് പോയാൽ മതി. രാത്രി മുഴുവൻ അവിടെ ഇരുന്ന്
ഞങ്ങൾ റിമാൻഡ് എഴുതിയാൽ പോയി. ഈ തമ്മനത്ത് അന്ന് ഈ ഇച്ചിരി ഗുണ്ടായിസം കൂടുതലുള്ള സമയം. അതിനകത്തെ അവരുടെ പ്രധാനിക്ക് നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ ഒരു പോലീസിന്റെ സേനാ തലവനെ പോലെയാണ് അന്ന് ആ കക്ഷി. ഒരു ഫോൺ കോളിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഗുണ്ടകളെ എറണാകുളം സിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരുത്തനാണ്. അയാൾ വിചാരിച്ചാൽ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ആൾക്കാരെ സംഘടിപ്പിക്കാൻ പറ്റും. ഇപ്പം തൃശ്ശൂർ ഒരു 200 പേര് ഒറ്റ കോളിൽ നടത്തും. അപ്പോൾ അന്ന് ഇയാളെ ഒരു വലിയ ആചാര്യനായിട്ട് കണ്ടിട്ട് ആൾക്കാർ ഇയാളെ തിരക്കി അവിടെ വരികയും ഇയാളുടെ അടുത്ത് വന്ന് ഗുണ്ടായുസത്തിലേക്ക് ഉള്ള അവരുടെ രീതികളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്തതെന്നാണ് ഞാൻ കേട്ടുള്ളത്. എനിക്ക് പക്ഷേ അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു മർഡർ കേസ് ഉണ്ടായി. മർഡർ കേസ് ഉണ്ടായിട്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ ഓടിച്ചെന്നു. ഞാനും സൽകുമാറും ഉണ്ട്. സുന്ദർരാജ് അവിടെ സ്ഥലത്തില്ല, ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് പോകേണ്ടി വന്നു. അവിടെ ചെല്ലുമ്പോൾ കണ്ടത് ഒരാളെ എടുത്തിട്ട് ഭയങ്കര ആരോഗ്യമുള്ള തടിയൊക്കെ ഉള്ള ഒരാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോഴാണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ അന്ന് എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ എത്ര പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുക. ഞങ്ങൾ ഓടി അവിടെ ചെന്നപ്പം ഇയാളെ കൊണ്ടുപോകണം. പക്ഷേ ഞാൻ നോക്കിയിട്ട് ബോഡിയിൽ എങ്ങും ഒരു തുള്ളി രക്തമില്ല. അപ്പോൾ എല്ലാവരും പറയുന്നു കുത്തുകൊണ്ട് മരിച്ചതാണ്. അപ്പം എനിക്കൊരു സംശയം, ഇനി വല്ല ഇടിച്ചപ്പോൾ കാർഡിയാക് അറസ്റ്റോ വല്ലതും ഉണ്ടായോ, ഇനി അതാണോ അതോ ഇനി വേറെ എന്തെങ്കിലും കാരണവശാലാണോ മരിച്ചത്. അപ്പോൾ അവിടെ ഒരു സ്കഫിളുണ്ടായി, പക്ഷെ കുത്തിയില്ലെന്ന് ഉറപ്പില്ല. ഒരു വല്ലാത്തൊരു. അപ്പോൾ ചിലർ പറയുന്നത് കുത്തി, ചിലർ പറഞ്ഞ് ഇടിച്ചതേ ഉള്ളത്. അപ്പോൾ ആരോ പ്രായമുള്ള ആൾ പറഞ്ഞു എൻ്റെ കയ്യിലൊരു സാധനം ഉണ്ടായിരുന്നു, അത് വെച്ച് കുത്തണം ഞാൻ കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കുത്തിയെങ്കിൽ മുറിവുണ്ടാകണം, രക്തം വരണം, അതൊന്നും കാണാനില്ല. ആ ഒരു വല്ലാത്തൊരു സംഭവം. നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങളപ്പോൾ തന്നെ എന്തായാലും 302 FIR കിട്ടും. പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടത്തിൻ്റെ സമയത്ത് നോക്കിയപ്പോഴാണ് ഈ വളരെ ബലമുള്ള, എന്നാൽ ബ്ലേഡിനേക്കാൾ അല്പം കൂടെ മാത്രം കനമുള്ള ഒരു സ്പെഷ്യലി ഡിസൈൻഡ് വെപ്പൺ, നീളമുള്ളതാണ്. അത് ആ കയ്യിലിരുന്നാൽ ആരും അറിയത്തില്ല. ഇത് ഇങ്ങോട്ട് വന്നാൽ ഇടിക്കുകയാണെന്നേ തോന്നുള്ളൂ, ഒറ്റയിടി തന്ന പോലെ തോന്നും. പക്ഷേ കൃത്യമായിട്ട് അത് ഹാർട്ടിൻ്റെ സ്ഥാനത്ത് ഇടിച്ചു, നേരെ അകത്ത് കയറി ഹാർട്ടിൽ ഇത് പൊട്ടി. ഇൻറ്റേർണൽ ബ്ലീഡിങ് നന്നായിട്ടുണ്ടായിരുന്നു, ഹാർട്ടിനകത്തുമൊക്കെ ബ്ലഡ്. ആ പ്രതിയെ പിടിക്കാൻ ഞങ്ങൾ ഓടുമ്പോൾ അന്നുണ്ടായ സംഭവമാണ്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പ്രതി ഇത് കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷ കയറിപ്പോയി. ഞങ്ങൾക്ക് നല്ല ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് ഉണ്ടല്ലോ, വഴി കാണുന്നവനൊക്കെ ഇയാളെ പരിചയമുള്ളവരൊക്കെ ഞങ്ങൾ വിളിക്കുന്നുണ്ട്. ഇന്നടുത്ത് കണ്ടു. അപ്പോൾ കൺട്രോളും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ട്. അല്ലാത്ത ആൾക്കാർ വിളിക്കുന്നു. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇയാൾ മണപ്പാട്ടി പറമ്പിലുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ നിന്ന് തിരിച്ച് നേരെ ഓടി കരൂർ ബസ് സ്റ്റാൻഡ് വന്നു. അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ വടക്ക് കിഴക്കേ മൂലഭാഗത്ത് കുറച്ച് ഇറച്ചിക്കടയുണ്ട്, 1-2 ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇറച്ചി തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഉള്ളിൽ പോയി ഇയാളെ ഇറച്ചിയൊക്കെ വെട്ടുന്ന 2-3 തടിയുണ്ട്, മരമുണ്ട്, അതിൻ്റെ പുറകിൽ പോയി ഒളിച്ചിരുന്നു. അപ്പോൾ ആരോ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു ബസ്സുകാരാണോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറൊരു SI ഉണ്ടായിരുന്നു. അയാൾ ഇതിൻ്റെ ഒരു വലിയ മതിലിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഓടി വരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പിടിക്കുമെന്നുള്ളൊരു ധാരണയിലാണ് പുള്ളി വരണം. ഞങ്ങൾ അങ്ങോട്ട് ഓടിച്ചെല്ലാണ്ടപ്പോൾ അതിൻ്റെ 3 വശം മതിൽ കെട്ടിടത്തിൻ്റെ. ഞങ്ങളങ്ങോട്ട് ഓടിച്ചെല്ലാണ്ടപ്പം ഇവൻ അവിടെ നിന്ന് ഈ ഇറച്ചിയുടെ അകത്ത് കിടന്ന് ഒരു സമർത്ഥോട്ടടി. അപ്പം ഇവൻ അവിടെ കിടന്ന് തിരിഞ്ഞ് ഇറച്ചിയാണോ ബ്ലഡിൽ കുളിച്ച് ഇവൻ ചാടി പുറത്ത് വന്നപ്പോൾ ഞങ്ങൾ രണ്ടും ഓടി അടുത്ത് ചെല്ലുമ്പം ഇവൻ ആ കത്തി പോലത്തെ സാധനം വെച്ച് വീശി. നമുക്കറിയാമല്ലോ ഇവൻ്റെ ഈ സാധനം ഉണ്ടെന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും വീശി. അപ്പോൾ സനതും ഞാനും കഷ്ടിച്ചാണ് മാറിയത്. അത് കഴിഞ്ഞ് ഇവനറിയാം ഞങ്ങൾ രണ്ടുപേരും പിടിക്കാതെ പോകത്തില്ലെന്നറിയാം. അതുകൊണ്ട് ഇവൻ നേരെ ചാടി മതിലേലോട്ട് കയറി. ഇവൻ അലറിക്കൊണ്ട് താഴോട്ട് ചാടുകയും നമ്മുടെ മറ്റേ SI ഓടി ഇവൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ SI നോക്കുമ്പോൾ കാണുന്നത് ചോരയെ കുളിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇറച്ചിയുടെ അംശമൊക്കെ ആയിട്ട് ഒരുത്തൻ ചാടി അലറിക്കൊണ്ട് താഴോട്ട് വരുന്നത് കേട്ട് SI പേടിച്ചു. SI അതിനേക്കാളും വലിയൊരു അലർച്ച അലറി, ഒന്ന് തെന്നി വീണ് അവിടെ നിന്ന് ഇറങ്ങി വടക്കോട്ട്. പ്രായമുള്ള കക്ഷിയാണ് ഇവൻ. SI ചാടുന്ന വഴിക്ക് SIയെ കണ്ട് ഇവൻ അലറി, ഇവൻ നേരെ തെക്കോട്ടോടി. കണ്ടു നിൽക്കുന്നവർക്കൊക്കെ വലിയ തമാശ. ഈ ഓടിപ്പോയ SIയും വല്ലാതെ പേടിച്ചുപോയി, ഇവനും വിരണ്ടുപോയി. ഇവൻ തെക്കോട്ട് ഓടി ഒരു ഇടവഴി ചെന്നൊരു വീടിൻ്റെ സൈഡിൽ കയറി ഒളിച്ചിരുന്നു. ഞങ്ങൾ അവിടെ മുഴുവൻ രാത്രി അരിച്ച് പെറുക്കി ചെന്നപ്പോഴത്തേക്ക് ഇവനോട് ഇരിപ്പുണ്ട്. പക്ഷേ ഇവൻ ഒരിക്കലും നമ്മളോട് സറണ്ടർ ചെയ്തൊരു സ്വഭാവമില്ല. അവൻ അപ്പോഴും ഫൈറ്റാണ്. നേരെ സാധനം എടുക്കുന്നു, വീശുന്നു. പിന്നെ
ഞാൻ അവൻ്റെ പുറകിൽ കൂടെ ഒരു അവസരം കിട്ടി, പുറകിൽ കൂടെ കയറി നമ്മളിങ്ങനെ അവനെ പുറകിൽ നിന്ന് ലോക്ക് ചെയ്ത കണ്ട് കഴുത്തിന് ലോക്കിയിട്ട് പിടിച്ചു. അപ്പോൾ സനൽ വന്ന് ഫ്രണ്ടിൽ നിന്ന് കാല് പൊക്കി ഓടി ചെയ്തൊരു പോലീസുകാരനെ കയ്യിലെ ഇതേ കയറി പിടിച്ചില്ല. ഞങ്ങൾക്കൊക്കെ മുറിവുണ്ടായനെ പിടിച്ചു കൊണ്ടുവന്നു. അപ്പോഴൊക്കെ ഇവൻ കിടന്ന് ചവിട്ടുകയും തൊഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൻ ഈ തമ്മനത്തെ ഗുണ്ടയുടെ അനുയായിയാണെന്നാണ് ഇവൻ പറയുന്നത്. എന്നെ അറിയോടാ, ഞാൻ അയാളുടെ ശിഷ്യനാണ്, എല്ലാത്തിനെയും ചുട്ടുകളയുന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞ് പഴിപ്പി. അപ്പം ഞങ്ങളൊക്കെ പുതുതായിട്ട്, ഞാൻ അവിടെ മുമ്പ് SI ആയിട്ടുണ്ടായിരുന്നെങ്കിൽ CA ആയിട്ട് ചെന്നിട്ട് കുറച്ച് കാലമുണ്ട്. ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ആക്ഷൻ തുടങ്ങി വരണതേ ഉള്ളൂ. ഇവൻ ഞങ്ങളെ പേടിപ്പിക്കുക, ഇയാളെ കൊണ്ടുവന്ന് ഇതിനെ ശരിയാക്കി കളയുന്നൊക്കെ പറഞ്ഞു. വരുന്ന വഴിയിൽ കലൂർ സ്റ്റാൻഡിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ ഇവൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുതിച്ച് ചാടി, നമ്മൾ സാധനമൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, ചാടി തലയടിച്ച് അവിടുത്തെ വാർത്തട്ടിരിക്കണം അതേപോലെ ഇവൻ. പിന്നെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ കേസ് നടക്കുന്നുണ്ടായിരുന്നു, അത് കൺവിക്ഷൻ ആയെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ഈ തമ്മനത്തെ കക്ഷിയുടെ അയാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ ആൾക്കാർ ഊതി വീർപ്പിച്ച കാര്യങ്ങൾ, പിന്നെ പോലീസിൻ്റെ നേരെ അയാളൊരു ഗുസ്തിക്ക് നിന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ നാട്ടുകാർക്ക് ഭയങ്കര ശല്യം. ആൾക്കാരെ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു. ഇയാളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന കുറച്ച് പേര്, ഇയാൾക്ക് എതിര് കുറച്ച് പേര്, 2 അപ്പുറത്തൊരു കോളനി, അതിനകത്ത് കുറച്ച് പേര്. അതിനിടയ്ക്ക് ആ സമയത്താണ് ഒരു അഡ്വക്കേറ്റിനെ വെട്ടുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇയാളെ എങ്ങനെയെങ്കിലും പിടിച്ചേ പറ്റുള്ളൂ. കുറേ വാറണ്ടൊക്കെ പെൻഡിങ് ഉണ്ട്, പിന്നെ അവിടെ ഗുണ്ടായിസം കാണിച്ചു, ഇവിടെ കൊട്ടേഷൻ അടിച്ചു എന്നൊക്കെ പറഞ്ഞ വിഷയമാണ്. അപ്പോൾ പിടിച്ചേ പറ്റുള്ളൂ. ഓടാൻ നമ്മളയാളുടെ കൂടെ ഓടിയാൻ നിൽക്കില്ല, നേരത്തെ ആളാ പറഞ്ഞളി. പിന്നെ എവിടെയെങ്കിലും ഇട്ട് പിടിക്കണം. അപ്പോൾ എവിടെ ചെന്നാലും ഈ കാട്ടിൽ മാൻ നിൽക്കുന്ന പോലെയാണ്. നമ്മൾ ചെല്ലുന്നതിന് 2 മിനിറ്റ് മുമ്പ് നമ്മുടെ സാന്നിധ്യം അറിയും, പിന്നെ അവിടെ നിന്ന് മുങ്ങിയാൽ കിട്ടുകയില്ല. അപ്പം കോൺഫറൻസിനൊക്കെ ഞങ്ങൾക്ക് കിട്ടാവുന്ന കയറിക്ക് കണക്കില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴത്തെ DGP രവീന്ദ്രചന്ദ്രശേഖർ സാറാണ് അന്ന് കമ്മീഷണർ. അദ്ദേഹത്തിനൊക്കെ ഈ ഗുണ്ടായിസം കേൾക്കുന്ന കളിയ. അപ്പോൾ ഞങ്ങളെ വിളിച്ച്, നിങ്ങളെ ചെറുപ്പക്കാര് CAയും SIമാരും ഒക്കെ അല്ലേ, നിങ്ങൾക്ക് നാണമില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ മാക്സിമം മാറ്റിച്ചു വിടുകഴിഞ്ഞ്. അപ്പോൾ ഇയാളെ എങ്ങനെയെങ്കിലും പിടിക്കണമല്ലോ. അപ്പോൾ സുന്ദർരാജാണ് എന്നോടൊരു പരിപാടി പറഞ്ഞു, പുള്ളി ഇങ്ങനെയുള്ള ഇതിനൊക്കെ മേടിച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരാൾ ഇയാളുടെ വീട്ടിനകത്ത് പോയി മാവയിൽ ഒളിച്ചിരിക്കുക, മാവയിൽ കയറി നമ്മൾ 2 പേര് കാറ് ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ട് പുതപ്പ് പുതച്ച് അതിനകത്ത് കിടന്നുറങ്ങുക. ഞങ്ങളവിടെ പോയി പുതപ്പൊക്കെ പുതച്ച് കിടക്കാൻ. രാത്രി ഒരു 12:30 മണി കഴിഞ്ഞാൽ ഇയാൾ വരുള്ളൂ. ഒരു 3 മണിയായപ്പം സനൽകുമാർ ഇയാളുടെ വീട്ടിലെ മാവിൻ്റെ കൊമ്പിലിരിക്കുക. ആരോ നടന്നു വരുന്നത് കണ്ടു. നോക്കിയപ്പോൾ ആളിത് തന്നെ. സനൽകുമാർ ചാടി ഇയാളുടെ തോളിൽ വീണു. 2 കാലും കൂടെ കഴുത്തിൻ്റെ അപ്പുറം ഇപ്പുറം കൂടെ കിട്ടി തോളിച്ചാടി. ഇയാൾ ഭയങ്കരമായിട്ട് പേടിച്ചുപോയി. പേടിക്കാന്ന് പറഞ്ഞാൽ ഇയാൾ വിചാരിച്ച് വേറെ ഏതോ കൊട്ടേഷൻകാർ ഗുണ്ടകൾ വന്ന് ഇയാളെ കൊല്ലാൻ പോകാമെന്ന് വിചാരിച്ച്. ഈ ഭൂമിയിൽ അങ്ങനെ ഒരു ജീവി ഇല്ലാത്ത സ്ഥലത്തിലൊരു ശബ്ദം ഇട്ട് ഇയാൾ അലറിക്കൂടി. അപ്പോൾ എന്നെ ഈ കൂടെ ഇങ്ങനെ സുന്ദർരാജ് പറഞ്ഞ്, സാറേ അവനെ കുത്തിയെന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചു. നമ്മൾ ഒറ്റയ്ക്ക് നിർത്തിവെച്ചും പോരുകയും ചെയ്തു. ഇയാൾ അവനെ കുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ശബ്ദമാണ് കേട്ടതെന്നും പറഞ്ഞ് ഓടിയില്ല. ഇവർ 2 പേരും കൂടെ പിടിച്ച് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ എന്തോ ഈ പട്ടി മുറിവുകൾക്കുന്ന പോലെ ശബ്ദം ഇരുട്ടത്ത് കേൾക്കാം. ഓടിച്ചെന്ന് ടോർച്ചടിച്ച് നോക്കിയപ്പം സനൽകുമാർ ഇയാളുടെ കഴുത്തിന് കാലിട്ട് കൂട്ടിയിട്ടുണ്ട്. പിന്നെ അയാൾക്ക് ഊരി പോകാൻ പറ്റുന്നില്ല. അയാൾ ഊരി പോകാൻ വേണ്ടി, അയാൾ ഇടിക്കാനും പിടിക്കാനും നല്ല രക്ഷപ്പെട്ട് പോകാൻ നോക്കുക. ഞങ്ങളയാളെ പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ഞങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരെല്ലാം ആദി ഭീകരന്മാരാണ്. അന്ന് ആ കാലഘട്ടത്തിൽ അതൊക്കെ ആവശ്യമായിരുന്നു. ഇപ്പോൾ അന്ന് കൊടുത്തതൊക്കെ കൊണ്ടാണ് ആ സിറ്റി ഒതുങ്ങിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. ആ അടുത്ത കോളനിയിൽ ഇതുപോലെ ഒരു ട്രൂപ്പ്, ഇയാളുടെ എതിർ ഗ്രൂപ്പുണ്ട്. വെറുതെ എന്നും ചൊറിച്ചിലാണ്. അവിടെ നിന്ന് 3 പേര് വന്ന് ഇയാളുടെ വീടിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന പോസ്റ്റൽ 2 വെട്ട് വെട്ടിച്ചുമ്പോൾ ഉടനെ ഇവിടെ നിന്ന് വെളിയായ ബഹളം, ഇവിടെ വെട്ട് നടക്കണമെന്ന് പറഞ്ഞു. ഓടി ഞാൻ സൗത്തിൽ നിന്ന് വരുന്നു, പിന്നെ സെൻട്രലിൽ നിന്ന് ആൾ വരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഓടി ചെല്ലുമ്പോൾ ഇവർ പോയിട്ടുണ്ടാവും. ഒരു 3-4 മാസം സ്ഥിരം ഇത് തന്നെ പണി. എങ്ങനെയെങ്കിലും ഇവരെ പിടിച്ചേ പറ്റുള്ളൂ. ശല്യമായി. അപ്പോൾ ഇവരിടയ്ക്ക് അങ്ങോട്ട് ചെല്ലും, അവരിങ്ങോട്ട് വരും. 2 കൂട്ടരും അടുത്തടുത്താണ്. ഭയങ്കര പ്രശ്നം. അപ്പോൾ അതിലൊരു ചെറുപ്പക്കാരനാണ്, ഒരു പയ്യൻ. അപ്പോൾ അവന് എന്തും ചെയ്യാൻ മടിയില്ലാത്ത തരത്തിലാണ്. അവൻ്റെ കൂട്ടത്തിൽ ആരോ സൈഡിൽ നിന്ന് കുറച്ച് പിള്ളേർ സെറ്റുണ്ട്. അതിൽ കുറേ എണ്ണമൊക്കെ മറ്റേ മരുന്നടിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ അവർ അറിയാമല്ലോ, മരുന്നടിച്ച് കഴിഞ്ഞാൽ അവന്മാർ എന്തും ചെയ്യും. അങ്ങനത്തെ ടീമാണ്. യൂണിഫോം വെച്ചൊന്നും ആരെയും കിട്ടത്തില്ല. പിന്നെ ആ കോളനിയിലുള്ള ഒരു മുഴുവൻ അവൻ്റെ ആൾക്കാരാണ്, അവൻ്റെ ബന്ധുക്കളാണ്, അവനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഒക്കെയാണ്. അതുകൊണ്ട് നമുക്ക് അകത്ത് കയറി
ഇവരാരും കാണിച്ചു തരത്തില്ല, എവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു തരത്തില്ല. അതാണ്. പിന്നെ ഒറ്റയ്ക്ക് പോയാലേ അവനെ ഒരു ചൂണ്ട കൊടുത്താൻ പറ്റുള്ളൂ. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു മഞ്ഞ ഷർട്ട് ഇവിടം വരെ ഉള്ളത് മടക്കി ഇവിടം വരെ വെച്ച്, ഞാൻ ഒരു വലിയ ബാഗി ജീൻസൊക്കെ ഇട്ട് അതിനകത്ത് തോക്ക് ഇവിടെ വെച്ച് പുറത്ത് വയർലെസ് സെറ്റൊക്കെ വെച്ച്. അന്ന് SI പ്രേംകുമാറാണ് എൻ്റെ കൂട്ടത്തിലുള്ളത്. ഞാൻ പ്രേമനോട് പറഞ്ഞു, പ്രേമ ഞാനിവിടെ പോയി പിടിച്ചിട്ട് ഞാൻ വയർലെസ് വിളി വരുമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഞങ്ങൾ വേറെ സ്പെഷ്യൽ ചാനലുണ്ട്, അതിനകത്ത് വിളി നീ ശ്രമിച്ചു തന്നോണം. ഇവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കോളനിയുടെ അകത്താണ്, അവരെ എന്നെ വല്ല വെട്ടുക പിടിക്കുകയെല്ലാം ചെയ്യും, ഞാൻ വെടിവെക്കേണ്ടി വരും, അത് വലിയ ഇഷ്യൂ ആവും, അതുകൊണ്ട് പെട്ടെന്ന് എത്തണം. ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ എൻ്റെ അറിവ് വെച്ചിട്ട് അവിടെയുള്ള സ്ത്രീകളോട്, ചെറുപ്പക്കാരി പെൺപിള്ളേരോട് ആര് വർത്താനം സംസാരിച്ചാലും ഇവരടിക്കും. അതാണ് അവൻ്റെ സ്വഭാവം. അവനാണ് ആ രാജ്യത്തിൻ്റെ ഒരു ഏരിയയുടെ ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ പുള്ളിക്കാം. അപ്പോൾ അവിടെ ഒരു കാണാൻ കൊള്ളാവുന്നൊരു പെൺകൊച്ച് വന്ന് പൈപ്പിൽ വെള്ളം എടുത്തുകൊണ്ട് കൊണ്ട് ഞാൻ അതിൻ്റെ അടുത്ത് പോയി. ഞാൻ അവിടെ പേര് ചോദിച്ചു. അപ്പോൾ തിരിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞു നിന്ന്, അവൻ്റെ വീടിനെ ഫേസ് ചെയ്യാതെ ഇങ്ങോട്ട് തിരിഞ്ഞു, ആ പെണ്ണെ ഫേസ് ചെയ്തത്. അപ്പോൾ അവിടെ വെള്ളം പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. എന്നെ നോക്കി എന്താ ചിരിച്ചുകൊണ്ട് സംസാരിച്ച് ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടൻ കണ്ടാൽ അടി കിട്ടും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തൻ്റെ സഹോദരനാണോ? അതല്ല, പുള്ളിയാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ, ഞങ്ങളെയൊക്കെ പുള്ളിയാണ് ഇന്ന് സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ കണ്ടാൽ അടി കിട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അടുത്ത വീട്ടിലെ ജനലിൻ്റെ മുകളിൽ നിന്ന് നല്ല പച്ചത്തെറി ഒരെണ്ണം അന്തരീക്ഷത്തിൽ കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആളുണ്ട്, എന്നെ കണ്ടു എന്ന് മനസ്സിലായി. ഞാൻ കൂടി തിരിഞ്ഞ് നോക്കിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, അടിയിപ്പ് വരും, വേണേ ഓടിക്കൊള്ളാമെന്നാണ്. ഞാൻ പറഞ്ഞു, ഓടിയാൽ ഓടിച്ചിട്ടടിക്കും. ഞാൻ എന്ത് കാര്യം പറഞ്ഞു, ഞാൻ തന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, എഴുതി വെച്ചല്ലേ ഉള്ളൂ, അങ്ങനെ കോളനി ഭാഗത്ത് കളിക്കാൻ പറ്റത്തില്ലെന്ന്. ഞാൻ അവിടെ തന്നെയാണ്. ഈ പെണ്ണേനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു, ഞാൻ അങ്ങോട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഇയാൾ അവിടെ നിന്ന് ഓടുന്നേക്കാം. ഓടുന്നതിനോടൊപ്പം തന്നെ അടുത്തടുത്തുള്ള പല ചെറിയ വീടുകളിൽ നിന്നും ചെറുപ്പക്കാർ സെറ്റ് പിള്ളേർ ഓടുന്നുണ്ട് എൻ്റെ നേരെ. അപ്പോൾ അതൊക്കെ ഇയാൾ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന ഗുണ്ടകളാണ്, മറ്റേയാളെ അടിക്കാനും എതിർക്കാനും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നവരാണ്. എല്ലാവരുടെ കയ്യിലും ആയുധമുണ്ട്. ഇയാളാണ് ഏറ്റവും മുമ്പേ ഓടി വരുന്നത്. എൻ്റെ തൊട്ട് പുറകെ വന്നപ്പോഴത്തേക്ക് ഞാൻ ടപ്പൊന്ന് വെട്ടിത്തിരി. എന്നെ കണ്ടോടെ ഇയാൾ ഈ ഓടി എൻ്റെ കയ്യിലോട്ട് വന്ന് നിങ്ങൾ കയറിത്തന്നു. ഞാൻ വട്ടം പിടിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, എടാ CA ആടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓടി ഒന്ന് അറച്ചു തന്നു. അപ്പോൾ അല്ലാണ് അപ്പുറത്ത് നിൽക്കുന്ന ഒരുത്തൻ, ആലുവാക്കാരനാണ്, എനിക്ക് ഓർമ്മയുണ്ട്. അവൻ ചോദിച്ചെടാ നീ ഒന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇവിടെ തീർത്തേക്കാം എന്നെ. 10-14 പേരുണ്ട്, എല്ലാടിയിലും ആളുമുണ്ട്. അപ്പോൾ പറയണ വേണ്ടടാ CA ആണെന്നോ. അപ്പോൾ 2 പേർക്ക് അതല്ല, ഇവനെ പൂശിട്ടേ ഉള്ളതെന്നൊക്കെ ആയി. അപ്പം ഞാൻ അതൊക്കെ തോക്കെടുത്തു. ഞാൻ മോളോട് ഇങ്ങനെ കാണിച്ചു. ഞാൻ പറഞ്ഞു, അടുത്ത് ആ നിൽക്കുന്നിടത്ത് ഇങ്ങോട്ട് കയറിയാലേ ഒരു ചൂട് വെച്ചാൽ വഴിയുന്നതാണ്. പക്ഷെ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്, ഒരു കയ്യിൽ ഇവൻ, മറ്റേ കൈ തോക്ക്. എനിക്ക് വയർലെസ് വിളിക്കാൻ പറ്റത്തില്ല, ഞാൻ പെട്ടുപോയി. അപ്പോഴേക്കൊണ്ട് അതിനകത്തു നിന്നുള്ള സ്ത്രീകൾ വരുന്നു, അവരുടെയൊക്കെ കയ്യിലായതുകൊണ്ട് പുരുഷന്മാർ അവിടെ നിന്ന് എറിയണമെന്ന് പറയുന്നു. അപ്പോൾ അതിനകത്ത് പുറകിൽ ഏറ് വരുന്നുണ്ട്. അവർ ഓടി അടുത്തെത്തി എനിക്കിട്ട് ഏറ് കിട്ടും. അപ്പോൾ വരാൻ ഇച്ചിരി താമസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പ്രേമനെ ഇവനെ വിട്ടിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നാണക്കേടായിപ്പോൾ, ഇവൻ ഓടിക്കളയും, ഈ സീനുണ്ടാക്കും. ഞാൻ ഇത് കഴിഞ്ഞു പിന്നെ അവനെ ഒരിക്കലും കിട്ടത്തുമില്ല. എന്തായാലും ഒരു 30 സെക്കൻഡോടെ റിസ്ക് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ അവിടെ തന്നെ നിന്നു. ഞാൻ തിരിച്ച് വരട്ടുന്നുണ്ട്, ഞാൻ വെടിവെക്കൊന്നും പറയും. ഭാഗ്യത്തിന് എൻ്റെ പുറവശത്ത് മതിലുള്ളതുകൊണ്ട് അവിടെ കൂടെ ആരും വരത്തില്ല. അപ്പോഴേക്കും ഞാൻ താമസിച്ചപ്പോൾ പ്രേംകുമാറിന് എന്തോ ഒരു സംശയം തോന്നി, അവൻ ഓടിയോ. അവൻ്റെ കൂടെ 4-5 പോലീസുകാരാണ് വന്നിട്ട്. പിന്നെ ഞാനൊന്നും പറയാൻ നിന്നില്ല, വന്നിറങ്ങി അടി അങ്ങോട്ട് കൂടെ. അടി 4-5 പോലീസുകാർ ഒരുമിച്ച് അടിക്കാൻ കണ്ടപ്പോഴത്തേക്ക് ആൾക്കാർ ഓടി, പിന്നെ ഗുണ്ടകളൊക്കെ ഓടിക്കളഞ്ഞ്. അത്രയേ ഉള്ളൂ. മിടുക്കന്മാർ പോലീസുകാർ ഒന്ന് തിരിഞ്ഞ് എന്താ ഓടാവുന്ന ഗുണ്ടകളെ ഞാൻ കണ്ടിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറത്തൊന്നും വലിയ ഗുണ്ടകളെ ഞാൻ കണ്ടിട്ടില്ല. ഇവന്മാരൊക്കെ ഓടി. അവിടെ കുറേ ആൾക്കാർ ഓടെ വീണ്, അവിടെ ചില പ്രായമുള്ളവർ വീണ്, ആകെ പ്രശ്നം. കുറേ നാട്ടുകാർ അതിനെ എതിർക്കാൻ, കുറച്ച് പേര് അനുകൂലിക്കാൻ, അങ്ങനെ സാധാരണഗതിയിലുണ്ടല്ലോ. പോലീസിൻ്റെ അക്രമം തേർവാഴ്ച പിറ്റേ ദിവസം പ്രതിഷേധ മീറ്റിംഗ് ഉണ്ടാകുന്നതാണെന്ന് പ്രഖ്യാപിച്ചു. പക്ഷെ ഞങ്ങൾ ഇവനെ വിട്ടില്ല, കൊണ്ടുപോകും. കമ്മനം ജംഗ്ഷനിൽ കൊണ്ടുവന്നപ്പം പ്രേംകുമാർ ഈ അടിയൊക്കെ പിടിച്ച് ചൂട് പിടിച്ച് നിൽക്കാൻ അവരിങ്ങോട്ട് ഓടി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഇവനെ പറിച്ചെടുത്തുകൊണ്ട് പോയി ആ ജംഗ്ഷനിൽ കുരിച്ച് നിർത്തി. രണ്ടര പൊടിക്കുക. ഞാൻ അടിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേറെ 2 പോലീസുകാർ വന്നു. പ്രേമൻ അടിച്ചില്ല, പക്ഷെ വേറെ 2 പോലീസുകാർ വന്നു ഇവനെ നല്ല 4 ഇടിയെ കൊണ്ടുപോകും. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഗുണ്ടാ പരിവേഷം തകർന്നു പോയി. പുള്ളി പെട്ടു. ഞങ്ങൾ ഇയാളെ പിടിച്ചുകൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളല്ല, ഞങ്ങളുടെ ആശാന്മാരുണ്ട്. ഈ ജയന്തൻ, ഞാനൊരു കാര്യം പറയാം,
ഞാനിതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല. പക്ഷേ അന്ന് സിറ്റിയിലുണ്ടായിരുന്ന കുറേ പേരുണ്ട്. ഒരു കില്ലർ, ഒരു പോർക്കിൻ കൂട് ഗ്രൂപ്പ്. പട്ടായ ജയിലിലോട്ട് പോയി കഴിഞ്ഞാൽ ജനത, വടിവാള്, ചുഴലി, ഇലക്ട്രിക്, ഇങ്ങനെ കുറച്ച് ഗുണ്ടകൾ, തടിയൻ, പൊക്കം, താഴ്ച, കുറേ പേര്. പോർക്കിൻ കൂട്. പിന്നെ തേവര ഭാഗത്ത് കൊട്ടേഷൻകാരെ അടിച്ച് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്ന വേറൊരു ടീം. അവർ പണ്ടൊരു വെടിവെപ്പ് കേസിൽ പ്രതിയായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ പിടിച്ചത്. അതെനിക്ക് തോന്നുന്നു പനങ്ങാട് നവാസൊക്കെ ഉള്ള സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ അവനെ പിടിച്ചതെന്നിരിക്കും. ട്രാക്ക് ചെയ്തൊക്കെ ഞങ്ങളാണ് അതാ പിടിച്ചത്. അത് കഴിഞ്ഞാൽ പിന്നെ പള്ളുരുത്തി ഭാഗത്ത് കുറച്ച് ഗുണ്ടകൾ, കുറച്ച് പോക്കറ്റ് അടിക്കാർ, ഇങ്ങനെ സിറ്റിയുടെ അകത്ത് ഒരു ഭയങ്കരമായ ഒരു ഏരിയയാണെന്ന്. അപ്പോൾ ഈ ട്രിപ്പിൾ-എസിനാണ് എന്നുള്ള പേര് കിട്ടിയത് ഇങ്ങനെയാണ്. തമ്മനത്ത് അന്ന് ഈ ഗ്രൂപ്പിൻ്റെയൊക്കെ പരിചയമുള്ള ജയിലിൽ കിടന്ന കുറച്ച് മോഷ്ടാക്കൾ, ജയിലിൽ കിടന്നവരൊക്കെ വന്ന് താമസിക്കുന്നുണ്ടായിരുന്നു നമ്മളറിയാതെ. അതിലൊരു അലി ഉണ്ടായിരുന്നു. അലി എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നതുപോലെ ഒരു പരാജയം വേറെ ആരും ചെയ്തിട്ടില്ല. ഞങ്ങൾ അയാളെ പിടിച്ചുകൊണ്ട് വന്ന് ചോദ്യം ചെയ്യുമ്പം 100 മോഷണ കേസാണ് ഞങ്ങളോട് സംഭവിച്ചത്. 100 കാർ. ആ 100 കാറിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയാണ് ഞങ്ങൾ അയാളെ കൊണ്ട് കോയമ്പത്തൂർ പോയത്. തമ്മനത്ത് ഞങ്ങൾ ഫെയിലിയറായ ആ ഒറ്റ സംഭവമുള്ളൂ. കോയമ്പത്തൂർ പോയി കഴിഞ്ഞപ്പം അയാളുടെ കാർ വാങ്ങിക്കുന്ന ഒരാളെ വിളിച്ചു വരുത്താൻ വേണ്ടി ഞങ്ങൾ അയാളെയും കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കൊന്ന് ഫ്രഷാകാൻ വേണ്ടി ഞാനൊരു മുറി കയറിയപ്പം കൂടെ ഉണ്ടായിരുന്നവരെ വെട്ടി ചവപ്പൊക്കളത്. കേരളത്തിൽ ഒരിക്കലും പിന്നെ അവനെ പിടിച്ചിട്ടില്ല. പിന്നെ കാർ മോഷണം കേൾക്കാനില്ല. പക്ഷേ ഞങ്ങൾ ഓരോ അറിവ് കിട്ടുമ്പോഴും അവിടെ പ്രതിയെ കണ്ടുപിടിക്കാതെ പോയ കേസിനകത്ത് ഈ അലിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നതാണ്. അലിയെ ഇന്നും പിടിച്ചിട്ടില്ല. അതൊരു മാത്രമാണ് തമ്മനത്തെ ഞങ്ങൾക്കൊരു തോൽവി ഉണ്ടായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഈശ്വരനെ സഹായിച്ച് ഞങ്ങൾ ബാക്കി എല്ലാവരും കൂടി ആണ് സിറ്റിയുടെ അകത്ത് സമാധാനം പാലിക്കാൻ ഇടയായത്. പക്ഷേ അന്നത്തെ വേറൊരു കാര്യം, സിറ്റി ഭരിച്ചിരുന്ന ഞങ്ങളുടെയൊക്കെ മേലുദ്യോഗസ്ഥന്മാർ, കമ്മീഷണർമാരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾക്ക് അവരുടെ കൂടെ ജോലി ചെയ്യാൻ പറ്റുന്നത്. മനോജ് എബ്രഹാം സാറ്, രാഹുൽ ചന്ദ്രശേഖർ സാറ്, വിൻസൻ പോൾ സാറ്, അങ്ങനെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പോലീസിൽ നമുക്ക് തന്ന സപ്പോർട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ആ സിറ്റിയെ മര്യാദക്കാക്കി പോരാൻ ഇടയായത്.